ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1830. ഇന്ന് ജനുവരി മാസം 3-ാം തീയതി. അനാവശ്യമായ എൻ്റെ ആലോചനകളെല്ലാം എന്നെ ഒരുപാട് ആശങ്കകളിലേക്ക്, അസ്വസ്ഥതകളിലേക്ക്, പരിഹരിക്കാനാവാത്ത ഉത്കണ്ഠകളിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് തിരിച്ചറിയണ്ടേ. പുതുവർഷത്തിന്റെ ആദ്യ ആഴ്ചയുടെ ദിനങ്ങളിൽ ചില പുതിയ തീരുമാനങ്ങളും മാറ്റങ്ങളും നിലപാടുകളും ആദർശങ്ങളും നയങ്ങളുമൊക്കെ ഒന്ന് ഉൾക്കൊള്ളണ്ടേ. ഒരു പുതിയ പാതയിലൂടെ സഞ്ചരിക്കണ്ടേ. ഒരാൾ മനഃശാസ്ത്രജ്ഞന്റെ അടുത്തെത്തി. ഉത്തരം കിട്ടാത്ത ഒട്ടേറെ ചോദ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. ഡോക്ടർ അയാളോട് പറഞ്ഞു, നിങ്ങൾ കുറച്ചു ദിവസം ഇവിടെ താമസിക്കുക, ഇവിടുത്തെ പ്രകൃതി ഭംഗിയും അന്തരീക്ഷവും ആസ്വദിക്കുക, മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അയാള് പതിവില്ലാതെ അളവില്ലാതെ സന്തോഷവാനായി. ഉറക്കവും ദിനചര്യകളും സാധാരണ നിലയിലായി. പക്ഷെ പുതിയൊരു ചോദ്യം അദ്ദേഹത്തിന് മനസ്സിലുണ്ടായി. എന്തുകൊണ്ടാണ് മറ്റൊരിടത്തു നിന്നും കിട്ടാത്ത സന്തോഷം ഇവിടെ നിന്ന് മാത്രം എനിക്ക് കിട്ടിയത്? ആ ചോദ്യത്തിനു മുമ്പിൽ അയാൾ വീണ്ടും അസ്വസ്ഥനായി. ശരിക്കും നമ്മളും ഇതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ചുണ്ടാക്കുന്ന ആശങ്കകളെക്കാൾ അപകടകാരിയായി വേറൊന്നുമില്ല കേട്ടോ. എന്തുകൊണ്ടോ നിഷേധ ചിന്തകളോട് ഒരു സ്വാഭാവിക അടുപ്പമുണ്ട് മനുഷ്യന്റെ മനസ്സിന്. നമ്മളിങ്ങനെ കാർമേഘങ്ങൾക്കിടയിൽ ഒരു ചെറിയ നക്ഷത്രം കാണാൻ ക്ഷമ വേണം, പരിശീലനവും വേണ്ടി വരും. എന്നാൽ വെളുത്ത മേഘത്തിലെ ഒരു കറുത്ത പുള്ളിയെ ആദ്യ നോട്ടത്തിൽ തന്നെ നമ്മൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ക്രിസ്തുയേശു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അന്വേഷിപ്പീൻ കണ്ടെത്തുമെന്ന്. അന്വേഷിച്ചാൽ കണ്ടെത്തും എന്നതല്ല, അന്വേഷിക്കുന്നതേ നമ്മൾ കണ്ടെത്തൂ എന്നതാണ് കൂടുതൽ ശരി. നമ്മൾ എന്താണ് അന്വേഷിക്കുന്നത്? എന്തിനാണ് പ്രശ്നങ്ങളെയെല്ലാം നമ്മളിങ്ങനെ കൈകാട്ടി വിളിക്കുന്നത്, മാലയിട്ട് സ്വീകരിക്കാനായിട്ട് കാത്തു നിൽക്കുന്നത്? കണ്ടുമുട്ടുകയും പരിഹരിക്കുകയും ചെയ്യേണ്ട അനുദിന വിഷയങ്ങൾ ധാരാളമുണ്ട്. അതിലേക്കൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ വലിയ വലിയ ഭാരങ്ങൾ എടുത്ത് ബോധപൂർവം തലയിൽ വെക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങളും മുൻകൂട്ടി കാണാനായിട്ട് പറ്റില്ല കേട്ടോ. നീ കണ്ടാൽ തന്നെ മുൻകൂട്ടി പരിഹരിക്കാനും കഴിയില്ല. അതുകൊണ്ട് ഓരോ നിമിഷത്തിനും അതതിന്റെ പ്രതിസന്ധികൾ പോരെ. ക്രിസ്തുയേശു അങ്ങനെ ചോദിക്കുന്നുണ്ട്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ ഏതാണ്ട് അവസാന ഭാഗത്ത്, അതത് ദിവസത്തിന്റെ ക്ലേശങ്ങൾ പോലെ പോരെ ഓരോ ദിവസവും. കുറെ കൂടി നമ്മളുടെ ആലോചനകളെയും നമ്മളുടെ ആകുലതകളെയും ഉത്കണ്ഠകളെയും ഒക്കെ കാര്യമായി നമ്മളൊന്ന് പരിശോധിക്കുകയും നിയന്ത്രിക്കുകയും വേണം. പ്രാർത്ഥനയോടുകൂടി ആമേൻ.